Welcome to RK's Stories. താളം ഭാഗം 77. മനസ്സിലും ശരീരത്തിലുമുണ്ടായ പ്രചോദനങ്ങളെ തണുപ്പിക്കാൻ രണ്ടുവട്ടം നീന്തിയതിനു ശേഷമാണ് സേതു കുളത്തിൽ നിന്നും കയറിയത്. മുറിക്കകത്ത് കയറി വസ്ത്രം മാറുമ്പോൾ അടുക്കളയിൽ പാത്രങ്ങളുടെ തട്ടുമുട്ടൽ കേട്ടു. തലയും ശരീരവും തുവർത്തി ഒരു ടീഷർട്ടും മുണ്ടും എടുത്തിട്ടതിന് ശേഷം അവൻ അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയോട് ചേർന്നുള്ള ചെറു വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്നു റോസ്. വെട്ടിയ മീൻ കല്ലുപ്പും ചേർത്ത് കഴുകി വൃത്തിയാക്കുകയായിരുന്നു അവൾ. ഒരു ഇളം മഞ്ഞ ടോപ്പിലേക്കും കണ്ണങ്കാലിനൊപ്പം ഇറക്കമുള്ള കടും പച്ച ഫ്രോക്കിലേക്കും അവളും വേഷം മാറിയിരുന്നു. ആഹാ, ഇത്ര വേഗം മീനൊക്കെ വെട്ടിക്കഴിഞ്ഞു? വാതിൽ പടിയിൽ നിന്നും കൊണ്ട് അവൻ ചോദിച്ചു. തിരിഞ്ഞു നോക്കിയ അവൾ ചിരിച്ചു. നിസ്സാരം. മീൻചട്ടിയുമായി അകത്തേക്ക് കയറാൻ വന്നവൾക്ക് അവൻ വഴി ഒഴിഞ്ഞു കൊടുത്തു. മീൻ പിടിക്കാൻ പഠിച്ചായിരുന്നോ? മീൻ കറി വെക്കാനും വറുക്കാനും വേണ്ടിയുള്ള കൂട്ടുകളൊക്കെ എടുക്കുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കിയവളുടെ ചോദ്യം കേട്ട് അവൻ തല കുലുക്കി. പിന്നെ മീൻ പിടിക്കാൻ മാത്രമല്ല, വേറെ വലതും പഠിച്ചു. കണ്ണിറുക്കിയുള്ള അവന്റെ പറച്ചിൽ കേട്ട് അവൾ കണ്ണുകൾ കുറിപ്പിച്ചു. എടി പെണ്ണേ, നീ ഈ പാടൊക്കെ കഴിക്കുന്നതേ എന്നെ വീഴ്ത്താനാണെന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലാവുന്നുണ്ട്. ആന്നോ? നന്നായിപ്പോയി. ചിറി ചുളുക്കി അവനെ പുച്ഛിച്ചും കൊണ്ട് അവൾ പറഞ്ഞു. എന്റെ മനുഷ്യ, നിങ്ങളെ വീഴ്ത്തി തറവാട്ടിലേക്കൊരു കുഞ്ഞിക്കാല് കൊടുത്തേക്കാന്നേ ഞാൻ നേർന്നുപോയി. അതുകൊണ്ടുള്ള പങ്കപ്പാടാ ഇതൊക്കെ. പിന്നെ പറഞ്ഞു വന്നത് നിർത്തിയിട്ട് കുറച്ച് കുസൃതിയും കുറേയേറെ സ്നേഹവും നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കി. പിന്നെ അവളുടെ അടുത്ത് സ്ലാബിലേക്ക് കയറിയിരുന്നിട്ട് അവൻ ചോദിച്ചു. ആ കൂട്ടത്തില് നിങ്ങളെ കുറേശ്ശെയൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാനും തുടങ്ങിയെന്ന് കൂട്ടിക്കോ. അറിയാതെ വാ പൊളിച്ചവന്റെ വായിലേക്ക് അവൾ ഇഞ്ചിയുടെ ചെറിയൊരു കഷ്ണം വെച്ചു കൊടുത്തു. പച്ചമീനിന്റെ ചുവയുള്ള ഇഞ്ചി കഷ്ണം പുറത്തേക്ക് തുപ്പിക്കൊണ്ട് അവൻ സ്ലാബിൽ നിന്നും ചാടി ഇറങ്ങി. അവന്റെ കാട്ടായം കണ്ട് അവൾ ഉറക്കെ ചിരിച്ചു. അവൻ കൈ നീട്ടി അവളുടെ ചെവിക്ക് പിടിക്കാൻ ശ്രമിച്ചു. അനുസരണയോടെ അവൾ നിന്നുകൊടുത്തപ്പോ നോവാതെ അവൻ അവളുടെ ചെവിയിലൊന്ന് തിരുമി. അവൾ അവനെ നോക്കി കണ്ണിറുക്കി. ഞാനെന്തെങ്കിലും സഹായിക്കണോ? അവളുടെ ചെവിയിൽ നിന്നും പിടിവിട്ടിട്ട് അവൻ ചോദിച്ചു. ഓ വേണ്ട, ഇന്നത്തെ പാചകം മുഴുവൻ എന്റെ വക. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും. അവിടത്തെ രീതിയല്ലേ ഇത്. നല്ല ഒന്നാന്തര അച്ചായന്മാരെ കഴിക്കുന്ന കറികളാ. മോനെ, എരിവ് കൂടിയ കുഴപ്പമുണ്ടാവോ? നീ ശരിയാക്ക്, നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. തല കുലുക്കിയിട്ട് അവൾ പാചകം ചെയ്യുന്ന തിരക്കിലേക്ക് തിരിഞ്ഞപ്പോ അവളുടെ കൈവേഗവും മരുങ്ങും ഒക്കെ കണ്ടുകൊണ്ട് അവൻ ആ സ്ലാബിലേക്ക് വീണ്ടും കയറിയിരുന്നു. അപ്പച്ചനിൽ നിന്നും അമ്മച്ചിയിൽ നിന്നും പകർന്നു കിട്ടിയ നൈപുണ്യം അവൾ മനസ്സറിഞ്ഞ് പ്രയോഗിച്ചു. രാത്രി ചോറിനൊപ്പം വിളമ്പിയ കറികൾക്ക് അസാധ്യ രുചിയായിരുന്നു. മീൻ മുളകിട്ട് വച്ചതും വറുത്തതും കൂട്ടുകറിയും തോരനും മോരുകറിയുമെല്ലാം മേശയിൽ നിരന്നപ്പോ ഓരോന്നായി വായിലേക്ക് എടുത്തു വെച്ച് രുചി നോക്കിയ സേതു കൈ ഉയർത്തി സൂപ്പർ എന്ന ആംഗ്യം കാട്ടി. മനസ്സ് നിറഞ്ഞ ചിരിയോടെ അവൾ അവന്റെ പ്ലേറ്റിലേക്ക് ഓരോന്നായി വിളമ്പി. ഇനി മുതലേ തറവാട്ടിൽ നീ തന്നെ അടുക്കളയിൽ അങ്ങ് ലീഡ് ചെയ്താൽ മതി. ഞാനും അച്ഛനും ഒക്കെ ഓൺലി ഹെൽപ്പേഴ്സ്. അതിന് നിങ്ങളുടെ അടുക്കളയിൽ മീൻ കയറ്റില്ലല്ലോ. വേണ്ട, പച്ചക്കറി ആകാലോ. മീൻ കൂട്ടണമെന്ന് തോന്നുമ്പോ നമുക്ക് ഇങ്ങോട്ട് വരാം. എന്നാലും ഇത്രയും ദിവസം അവിടെ ഉണ്ടായിട്ടും നിനക്ക് ഇതുപോലെയൊക്കെ വെക്കാൻ അറിയാമെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ റോസമ്മോ. അത് പിന്നെ ആരായാലും ആദ്യമൊക്കെ ഒരു സങ്കോചമൊക്കെ ഉണ്ടാകില്ല സേതുട്ടാ. നീ ഇരിക്കെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ. നീ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ചോറും പകർന്നുകൊണ്ട് അവൻ ചോദിച്ചു. എന്നിട്ട് ഇപ്പൊ ആ സങ്കോചമൊക്കെ മാറിയോ? സങ്കോചം കൊണ്ടിരുന്നാലേ എന്റെ കാര്യം ഗോപിയാകുമെന്ന് മനസ്സിലായതോടെ അതൊക്കെ അങ്ങ് മാറ്റിവെച്ചു. തന്റെ പ്ലേറ്റിലേക്ക് കറികളും ഇടുന്നതിനിടയിൽ അവൾ പറഞ്ഞത് കേട്ട് അവനും ചിരിച്ചു. ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രങ്ങൾ കഴുകുമ്പോൾ അവനും സഹായിക്കാൻ കൂടി. സേതുട്ടാ, ആ ദേവി ചേച്ചിയുടെ ഏട്ടന് നമ്മുടെ എസ്റ്റേറ്റിൽ ജോലി കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? സേതുവിന്റെ മുഖം ചുളിഞ്ഞു. ദേവി നിന്നോട് ചോദിച്ചോ? ഏയ്, ആ ചേച്ചി ഇല്ലേ? സിങ്കിനടുത്ത് നിന്നും അവൾ തിരിഞ്ഞു നോക്കി. എന്താ പുള്ളിക്കാരിയുടെ പേര്? ഏത്? രവീന്ദ്രന്റെ ഭാര്യയോ? നളിനി. ആ, കഴിഞ്ഞ പ്രാവശ്യം ആശുപത്രി വെച്ച് കണ്ടപ്പോ സേതുട്ടൻ അവരുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നു. വല്ലാതെ കഷ്ടം തോന്നി. അവനൽപ്പം തരികിടൊക്കെ ഉണ്ട് റോസേ, ചിലപ്പോ പണിയാവും. അതൊക്കെ അവിടെ ചെന്ന രാജചേട്ടൻ മാറ്റിയെടുത്തോളുന്നേ. കൂടെയുള്ളവരുടെ കഷ്ടപ്പാട് കാണുമ്പോ എങ്ങനെയാ സേതുട്ടൻ മുഖം തിരിച്ചു കളയുന്നേ? ദൈന്യതയോടെയുള്ള അവളുടെ നോട്ടം കണ്ട് സേതു ചിരിച്ചു.
എന്റെ റോസമ്മോ, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കൊടുക്കാം. അതിനിങ്ങനെ ഭാവമൊന്നും പിടിക്കണ്ട. ഉമ്മ. അവൾ ചുണ്ടുകൾ കൂർപ്പിച്ച് ഉമ്മ വെക്കുന്നത് പോലെ കാട്ടിയപ്പോ അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് തലകുലുക്കി. അതെ, ഒരു കാര്യം പറയട്ടെ. ചോദ്യഭാവത്തിൽ അവൾ മുഖമുയർത്തി. മറ്റുള്ളവരോട് നിന്റെ ഈ സഹാനുഭൂതി ഉണ്ടല്ലോ, അതെല്ലാവർക്കും കിട്ടുന്ന ഒരു ഗുണമല്ല റോസമ്മോ. അടുക്കുന്ന ആരെയും മനസ്സുകൊണ്ട് ചേർത്ത് നിർത്താൻ ഒരു കഴിവ് നിനക്കുണ്ട്. ആന്നോ? അവൾ പുരികങ്ങൾ ഉയർത്തിയും താഴ്ത്തിയും അവനെ നോക്കി. എന്നിട്ടെന്റെ പൊന്നുവൻ ഇതുവരെ ചേർന്ന് നിൽക്കാതെ? അതിന് മറുപടി പറയാതെ അവളെ നോക്കി ചിരിച്ചിട്ട് അവൻ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മുറിയിലേക്ക് പോയ സേതു അല്പസമയം കഴിഞ്ഞിട്ടും റോസിനെ കാണാതെ വന്നതോടെ മുൻവശത്തേക്ക് നടന്നു. വരാന്തയിലെ ചവിട്ടുപടിയിൽ അവൾ ഇരിപ്പുണ്ടായിരുന്നു. മുട്ടുകാലിലേക്ക് മുഖം ചേർത്ത് ആകാശത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്ന അവൾ പിന്നിൽ കാൽപെരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കി. നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? അതിന് മറുപടി പറയാതെ അടുത്തേക്ക് വന്നിരിക്കാൻ അവൾ കൈകൊണ്ട് ആംഗ്യം കാട്ടി. അടുത്തേക്ക് ചെന്ന അവൻ ആ മുണ്ടൊന്ന് ഒതുക്കിയിട്ട് ആ പടികളിൽ അവളോട് ചേർന്നിരുന്നു. അമ്മച്ചി ഉള്ളപ്പോ എന്നും രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ പടിയിൽ ഇങ്ങനെ കുറച്ചു നേരമൊക്കെ ഇരിക്കുമായിരുന്നു. എല്ലാ ദിവസത്തെയും കാര്യങ്ങള് പരസ്പരം പങ്കുവച്ചിരുന്ന നിമിഷങ്ങളായിരുന്നു അത്. ഉള്ളിൽ നിന്നും ഉയർന്ന വേദന ഒരു നെടുവീർപ്പായി പുറത്തേക്ക് വന്നപ്പോ അവൾ വീണ്ടും ആകാശത്തേക്ക് നോക്കി. ഇതാ കണ്ടോ ആ നക്ഷത്രം? കിഴക്കേ ആകാശച്ചെരുവിൽ മിന്നിത്തെളിയുന്ന ഒരു നക്ഷത്രത്തിലേക്ക് അവൾ വിരൽ ചൂണ്ടി. അത് അപ്പച്ചനാണെന്നാ അമ്മച്ചി പറയാറുള്ളേ. ഇപ്പൊ കണ്ടോ, അതിന് തൊട്ടടുത്തായി മറ്റൊരു നക്ഷത്രം മിന്നുന്നേ. അവൾ തല ചരിച്ച് സേതുവിനെ നോക്കി. അത് അമ്മച്ചിയായിരിക്കുമല്ലേ? അവളുടെ വാക്കുകൾ ഇടറിപ്പോയി. അവൻ അലിവോടെ അവളെ ചേർത്ത് പിടിച്ചു. റോഡിനപ്പുറത്തെ വളവിൽ അപ്പോൾ റേഡിയോയിൽ നിന്നും പഴയൊരു പാട്ടുണർന്നു. ഒഴിഞ്ഞൊരവീതിയിൽ പൊഴിഞ്ഞൊരൻ കാൽപ്പാടിൽ വീണപൂവായവൾ പിന്നെ അകന്നേ പോയി, നിഴലകന്നേ പോയി, അഴലിന്റെ കഥ ഇതു തുടർന്നേ പോയി. അല്പനേരം ആ വരികൾ ശ്രദ്ധിച്ചവൾ മുളചീന്തും പോലെ കരഞ്ഞുകൊണ്ട് അവന്റെ തോളിലേക്ക് മുഖം അമർത്തി. അവളുടെ കരച്ചിലുണർത്തിയ സങ്കടത്തോടെയും അതിലേറെ സ്നേഹത്തോടെയും അവൻ അവളെ ചേർത്ത് പിടിക്കുമ്പോൾ ഗേറ്റിന്റെ അഴികൾക്കിടയിലൂടെ ഒരു ടോർച്ചിന്റെ വെളിച്ചം അവരുടെ മേൽ പതിച്ചു. നീ ആ ഗേറ്റ് തുറന്നില്ല റോസമ്മോ? സേതുവിന്റെ ചോദ്യം കേട്ടപ്പോഴാണ് തലയിൽ കൈയും വെച്ചുകൊണ്ട് റോസ് എഴുന്നേറ്റത്. ആശാന നിൽക്കട്ടോ, ഇപ്പൊ തുറക്കാവേ. ഗേറ്റിന് പുറത്തു നിന്നിരുന്ന പാപ്പാശനോട് വിളിച്ചു പറഞ്ഞിട്ട് അവൾ താക്കോൽ എടുക്കാൻ അകത്തേക്ക് ഓടി. ഇതെന്താ പതിവില്ലാതെ ഗേറ്റ് അടച്ചത്? താഴെ കിടക്കുന്നത് കണ്ട ഞാൻ നോക്കിയേ. താക്കോൽ എടുത്തുകൊണ്ടുവന്ന് റോസ് ഗേറ്റ് തുറന്നപ്പോ അകത്തേക്ക് കയറി വന്ന പാപ്പുആശാൻ ചോദിച്ചത് കേട്ട് പടികളിൽ നിന്നും എഴുന്നേറ്റ സേതു ആശാന്റെ പിന്നിൽ നിന്നും പറയരുതെന്ന് കണ്ണു കാണിക്കുന്നവളെ നോക്കി ചിരി അടക്കി. ഓ, അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ആശാനെ. അന്നൊരിക്കൽ ചിലരൊക്കെ രാത്രിയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണല്ലോ. അത് ഓർത്തപ്പോ റോസിനൊരു പേടി, അതുകൊണ്ട് ഞാൻ പൂട്ടിയതാ. അവൻ വിശദീകരിച്ചത് കേട്ട് റോസ് നന്ദിയോടെ അവനെ നോക്കി. ഞങ്ങളൊക്കെ ഇവിടെയുള്ളപ്പോ എന്തിനാ റോസ കൊച്ചെ നീ മേടിക്കുന്നേ? ദേ ഈ ടോർച്ച് കണ്ടോ? കയ്യിലിരുന്ന 4 വലിയ ബാറ്ററികൾ ഇടുന്ന ടോർച്ച് കാട്ടിക്കൊണ്ട് പാപ്പുവാശൻ പറഞ്ഞു. ഇത് വെച്ച് തലക്കൊരു അടി കിട്ടിയ ഏതവനും തീരും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ നീ ഒന്ന് നീട്ടി വിളിച്ചാ മതി, ഞങ്ങളൊക്കെ ഓടിയെത്തില്ലേ? ഉള്ള കള്ളൊക്കെ വലിച്ചു കയറ്റിയിട്ട് കിടന്നുറങ്ങുന്ന ആളാ ഞാൻ വിളിച്ചാ കേൾക്കാൻ പോകുന്നേ. അവൾ പരിഭവത്തോടെ അങ്ങേരെ നോക്കി. ഏയ്, ഇപ്പൊ പണ്ടത്തെ പോലുള്ള കുടിയൊന്നുമില്ല. നീ ഉണ്ടാക്കി തന്ന കടയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തന്നെ നേരം കിട്ടുന്നില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ക്ഷീണം മാറാൻ ഒരു കുപ്പി, അത്രേ ഉള്ളൂ. മതിയല്ലോ, അശ്വൻ ഇങ്ങോട്ടിരിക്കെ. പടിയിലേക്ക് ഇരുന്ന സേതുവിനോട് ചേർന്നിരുന്നിട്ട് തൊട്ടടുത്തുള്ള പടിയിലേക്ക് തട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അവരുടെ രണ്ടാളുടെയും ആ ഇരിപ്പ് കണ്ട് പാപ്പുആശാന്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു. നീ കുഞ്ഞായിരുന്നപ്പോഴേ ഞാൻ ഇതുവഴി വരുമ്പോഴൊക്കെ നിന്റെ അപ്പച്ചനോട് വേലിക്കൽ നിന്ന് വർത്തമാനം പറഞ്ഞിരുന്നത് നീ ഓർക്കുന്നുണ്ടോ റോസ കൊച്ചെ? പടിയിലേക്ക് ഇരുന്നും കൊണ്ട് ആശാൻ ചോദിച്ചതിന് അവൾ തല കുലുക്കി. അന്ന് നളിന ചേച്ചി കൊടുക്കാൻ വേണ്ടി ആശാൻ വാങ്ങിക്കൊണ്ടുവരാറുള്ള ആ ശർക്കര മിഠായികളിൽ നിന്നും പകുതിയോളം എനിക്ക് തരാറുള്ളതും ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ ഒരു കാലം. വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ആശാൻ പറഞ്ഞു. നളിനി പോയതോടെ മിഠായിയൊക്കെ വാങ്ങുന്ന കാര്യവും ഞാൻ അങ്ങ് മറന്നുപോയി കൊച്ചേ. അന്നൊക്കെ അമ്മച്ചിയോടൊപ്പം ഈ പഠിക്കലിരിക്കുവായിരുന്ന നീ എന്നെ കാണുമ്പോൾ ഓടി വരുന്നതും അല്പനേരം അടുത്തു നിന്നിട്ട് നിരാശയോടെ തിരിച്ചു പോകുന്നതും
എന്തിനാണെന്ന് ഓർക്കാനുള്ള ബോധമൊന്നും അന്നുണ്ടായിരുന്നില്ല. ഒരു നെടുവീർപ്പോടെ ആശാൻ നിശബ്ദനായി. റോസിനും സങ്കടം വന്നു. ഒരാശ്രയത്തിനെന്നോണം അവൾ സേതുവിലേക്ക് ഒന്നുകൂടി ചാരി. അവളുടെ വിഷമം മനസ്സിലായതുപോലെ സേതു കൈ നീട്ടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഏതോ ഓർമ്മകളിൽ മുഴുകി പാപ്പുവാശാൻ പുറത്തേക്ക് നോട്ടം അയച്ചും കൊണ്ട് പടിയിലേക്ക് ഒന്നുകൂടി ചാരിയിരുന്നു. നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മളെ തനിച്ചാക്കി പോകുമ്പോ ഇല്ലാതായി പോകുന്നത് നമ്മളും കൂടിയാ. അതിനു മുകളിൽ എന്തൊക്കെ സന്തോഷങ്ങൾ വന്നാലും ആ വേദന ഉണങ്ങാത്തൊരു മുറിവ് പോലെ ഉള്ളിലുണ്ടാകും എന്നും. അവരെ നോക്കാതെ തന്നെ പാപ്പുവാശാൻ തുടർന്നു. നിങ്ങൾ രണ്ടാളും ആ വേദന ഓരോ തരത്തിൽ അറിഞ്ഞവരാ. അതുകൊണ്ട് തന്നെ മറ്റാരേക്കാളും പരസ്പരം താങ്ങാകാൻ നിങ്ങൾക്ക് കഴിയും. ഇന്നിപ്പോ ഈ പടിയിൽ നിങ്ങൾ രണ്ടാളും ചേർന്നിരിക്കുന്നത് കണ്ടപ്പോ ആശാൻ എന്തുമാത്രം സന്തോഷമായെന്നറിയോ? തനിച്ചാകുന്നതിന്റെ വേദന അറിയാവുന്നത് കൊണ്ട് തന്നെ എന്നും ഇതിൽ കൂടി കടന്നു പോകുമ്പോ ആശാൻ ഓർക്കും, എന്റെ കൊച്ചും തനിച്ചായി പോയല്ലോ എന്ന്. ഇന്നാ ആ സങ്കടത്തിനൊരു അറുതി വന്നത്. ജീവിതത്തിൽ നഷ്ടങ്ങളും അതിന്റെ വേദനകളും അറിഞ്ഞ ആ മൂന്നുപേരും നിശബ്ദരായപ്പോ നിമിഷങ്ങൾക്ക് കനം വെച്ച് കടന്നുപോയി. മൗനം തളം കെട്ടു നിന്ന ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം ആശാൻ തിരിഞ്ഞു നോക്കി. സേതു, എന്താ ആശാനെ? അവന്റെ ശബ്ദവും പതറിയിരുന്നു. കൊച്ചിനെ നോക്കിക്കോളണേടാ. നിന്റെ ജീവിതത്തിലും ഒരു നഷ്ടം ഉണ്ടായെങ്കിലും നിനക്കിപ്പോഴും അച്ഛനും ചെറിയമ്മായും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവൾക്ക് നീയല്ലാതെ വേറെ ആരുമില്ല, അത് ഓർമ്മ വേണം. റോസ് കണ്ണുകൾ നിറച്ചിരുന്നപ്പോ സേതു അവളെ ഒന്നും കൂടി ചേർത്ത് പിടിച്ചു. നിന്നെ നോക്കിക്കൊള്ളാൻ അവളോട് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ ഭൂമിയിൽ മറ്റാരേക്കാളും നന്നായി അവൾ നിന്നെ നോക്കുമെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. അത്രയും പറഞ്ഞിട്ട് പാപ്പുവാശൻ എഴുന്നേറ്റു. ആശാൻ എന്നാ നടക്കട്ടെ, രാത്രി യാത്രയില്ല. ആ ടോർച്ചിൽ വീണ്ടും ലൈറ്റ് തെളിഞ്ഞു. പതിവ് പോലെ ആ വെളിച്ചം ഭൂമിയിലും ആകാശത്തിലും മാറി മാറി പ്രകാശം പരത്തി. തിരിഞ്ഞു നോക്കാതെ പാപ്പുവാശാൻ പുറത്തേക്കിറങ്ങി നടന്നുപോയി. മതിലിനപ്പുറേ നിന്നും റേഡിയോയിലെ പാട്ട് കേട്ടു. മനസ്സിലെ ശാരിക പറന്നുപോയി, മധുപാത്രമെങ്ങു ഞാൻ മറന്നുപോയി. മനസ്സിലെ ശാരിക പറന്നുപോയി, വിദുര തീരങ്ങളെ അവളെ കണ്ടു. വേദനയുടെ ഇതൾ വിടർത്തിക്കൊണ്ട് ആ പാട്ടിന്റെ വരികൾ റോഡിലൂടെ അകന്നുപോയി. റോസിൽ നിന്നും ഒരു കരച്ചിൽ പൊട്ടിയടർന്ന് സേതുവിന്റെ കാതുകളിൽ പതിച്ചു. ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പടികളിൽ നിന്നും എഴുന്നേറ്റ അവൾ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു. പിന്നാലെ പിടഞ്ഞെഴുന്നേറ്റ സേതു മുൻവശത്തെ വാതിലടച്ച മുറിയിലേക്ക് ചെല്ലുമ്പോൾ മുറിക്കകത്തെ കട്ടിലിൽ കമിഴ്ന്നു കിടന്ന കരച്ചിലായിരുന്നു റോസ്. അകത്തേക്ക് കയറിയ അവൻ കട്ടിലിൽ അവൾ കരികിലേക്കിരുന്നു. കരച്ചിലിന്റെ ശക്തിയിൽ ശരീരം ആസകലം ഉലയുന്ന അവളെ സമാശ്വസിപ്പിക്കാൻ എന്നോണം അവൻ അവളുടെ മുടികളിലും കൈകളിലുമൊക്കെ തലോടിയെങ്കിലും ആ കരച്ചിൽ കുറഞ്ഞില്ല. അവൾ കരികിലേക്ക് ചേർന്ന് കിടന്ന അവൻ അല്പം ബലം പ്രയോഗിച്ചു തന്നെ അവളെ തനിക്ക് നേരെ തിരിച്ചു കിടത്തി. കണ്ണുനീരൊഴുകി അവളുടെ മുഖവും തലേണയും നനഞ്ഞിരുന്നു. അവൻ മുണ്ടിന്റെ തുമ്പുകൊണ്ട് അവളുടെ മുഖം തുടച്ചിട്ട് ആ കണ്ണുകളിൽ ചുംബിച്ചു. അവൾ അവനെ വട്ടം കെട്ടിപ്പിടിച്ചിട്ട് അവന്റെ കഴുത്തടിയിലേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് ഒന്നുകൂടി തേങ്ങി. അവൻ ആ മുഖം പിടിച്ചുയർത്തി വീണ്ടും ആ കണ്ണുകളിൽ ചുംബിച്ചു. തേങ്ങലിന്റെ ശക്തി കുറഞ്ഞെങ്കിലും ഉള്ളിലെ വിഷമത്തിന്റെ തീവ്രതയിൽ അവളുടെ ചുണ്ടുകൾ വിറക്കുന്നുണ്ടായിരുന്നു. വീണ്ടും ഒരു ചുംബനം കൊതിച്ചും കൊണ്ട് അടഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിയ അവന്റെ നോട്ടം ക്രമേണ അവളുടെ വിറക്കുന്ന അധരങ്ങളിലേക്ക് ചെന്ന് നിന്നു. പിന്നീട് ആ മുഖം തേടി ചെന്നത് ആ ചുണ്ടുകളെ തന്നെയായിരുന്നു. നേർത്ത ഇക്കിളി പടർത്തിക്കൊണ്ട് മേൽചുണ്ടിൽ ഉരഞ്ഞ മീശരോമങ്ങൾക്കൊപ്പം കീഴ്ചുണ്ടിൽ അവന്റെ ചുണ്ടുകളുടെ സ്പർശനമറിഞ്ഞ അവൾ കണ്ണുകൾ മിഴിച്ചു. പീലികൾ തമ്മിൽ കൂട്ടിമുട്ടി രഹസ്യം പറഞ്ഞപ്പോ കണ്ണുകൾ വീണ്ടും അറിയാതെ അടഞ്ഞുപോയി. കീഴ്ചുണ്ടിലെ നനുത്ത ചുംബനത്തിന്റെ തീവ്രതയേറിയപ്പോ അവൾ വായ് തുറന്ന് അവന്റെ ചുണ്ടുകളെ നുണഞ്ഞു. ഒരു മധുചഷകം നുകരും പോലെ അവർ പരസ്പരം ചുണ്ടുകളുടെ മധുരം ആസ്വദിച്ചു. മനസ്സിൽ ഉരുണ്ടുകൂടിയിരുന്ന ദുഃഖങ്ങൾ അന്നേവരെ അറിഞ്ഞിട്ടില്ലാത്തൊരു വികാരത്തിന്റെ മുന്നിൽ അലിഞ്ഞില്ലാതാകുന്നത് അവൾ അറിഞ്ഞു. തന്റേതാക്കുവാനുള്ള ആവേശത്തോടെ അവന്റെ കൈകൾ അവളെ പുണരുമ്പോൾ സ്വന്തമായവന് സ്വയം സമർപ്പിക്കാനുള്ള അടങ്ങാത്ത അഭിനിവേശത്തോടെ അവൾ അവനെ തന്നിലേക്ക് വലിച്ചു ചേർത്തു. കൈകൾ ശരീരങ്ങളുടെ അളവുകളും ആർദവങ്ങളും ദൃഢതയുമൊക്കെ അറിഞ്ഞു മുന്നേറി. വസ്ത്രങ്ങളുടെ വേലിക്കെട്ടിൽ നിന്നും സ്വതന്ത്രമായ ശരീരങ്ങൾ പരസ്പരം അറിയാനുള്ള ദാഹത്തോടെ ഇഴചേർന്ന് ചുറ്റിപ്പിണഞ്ഞു.
ദാഹമടങ്ങാതെ അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിൽ നിന്നും കവിളിലേക്കും അവിടെ നിന്ന് കഴുത്തിലേക്കും ഒഴുകി നീങ്ങി. മുടിയിഴകൾ വകഞ്ഞു മാറ്റിയ അവൻ മെല്ലെ അവളുടെ കാതിൽ കടിച്ചു. ഒരു ഞരക്കത്തോടെ അവൾ പിടഞ്ഞു. ആ ഞരക്കം അവന്റെ ആവേശം കൂട്ടി. അവളുടെ മുഖത്തെ താലോലിച്ചിരുന്ന കൈകൾ നിറമാറിലേക്ക് അരിച്ചിറങ്ങി. പിന്നാലെ അവന്റെ ചുണ്ടുകളും. ചുണ്ടുകളുടെ ചൂടിൽ അവളുടെ വികാരം ഉരുകിയൊലിച്ചു. ആ മധുചഷകം തേടി അവന്റെ ചുണ്ടുകൾ താഴേക്കിഴഞ്ഞു. പ്രിയനോടുള്ള കാമത്താൽ അന്നേരം അവളുടെ ശരീരം ചൂടുപിടിച്ചുണർന്നു. തന്നിലേക്ക് പടർന്നു കയറിയവളെ ബലിഷ്ഠമായ കൈകളാൽ അടക്കി പിടിച്ചുകൊണ്ട് അവൻ രതിയുടെ താളം കൊട്ടിയാടി. കാമവും പ്രണയവും വാത്സല്യവുമെല്ലാം ഒരേ സമയം തന്നെ അവൾ അവനിൽ നിന്നും ആസ്വദിച്ചു. ചൂടുപിടിച്ച നിമിഷങ്ങൾ വിയർപ്പൊഴുക്കി കടന്നുപോയി. പ്രണയത്തിന്റെ മാധുര്യം കാമനയിൽ ചാലിച്ചനുഭവിച്ച ശരീരങ്ങൾ മതിവരാതെ കെട്ടിപ്പുണർന്നു കിടന്നു. മനസ്സുകളപ്പോ അതിനും എത്രയോ ഏറെ ഇഴുകിച്ചേർന്നു കഴിഞ്ഞിരുന്നു. ജനാലവരികൾ ഉയർത്തിയൊരു കിഴക്കൻ കാറ്റ് അപ്പോൾ മുറിയിലേക്കൊന്ന് എത്തി നോക്കിയിട്ട് നാണിച്ച് കടന്നുപോയി. തുടരും. നാളെ ഞായറാഴ്ചയാണെങ്കിലും 3-4 ദിവസം കഥ ഇല്ലായിരുന്നതുകൊണ്ട് നാളെ ഉച്ചയ്ക്ക് 1 മണിക്കും നമ്മുടെ കഥ ഉണ്ടായിരിക്കും കേട്ടോ. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക്